Who doesn't like a story? ആർക്കാണ് ഒരു കഥ ഇഷ്ടമല്ലാത്തത്? When I was a kid, I used to go to my grandmother's house in Ernakulam during vacations. A huge respite from the hustle and bustle of the city life and strict residential schooling. Amma had a treasure trove of stories. ഒരിക്കലും തീരാത്ത കഥകളുടെ സൂക്ഷിപ്പുകാരി. നല്ല കാറ്റും മഴയുമൊക്കെയുള്ള ഒരു സന്ധ്യാനേരത്ത് കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഞാൻ അമ്മാമ്മയോട് എൻ്റെ സ്ഥിരം ചോദ്യം ചോദിച്ചു, അമ്മമ്മ ഒരു കഥ പറഞ്ഞു തരുമോ? Clearly she was enjoying the rains and was not in a mood to tell a story. But to make me happy, she cooked up one. ഒരു കുഞ്ഞു കഥയാണെങ്കിലും ഒരുപാട് അണ്ടർലൈനിങ് മീനിങ്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത് എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കഥയാണ് ഈ സീരീസിലെ അവസാനത്തെ കഥ. And this is also a tribute to my grandmother and my mother who introduced me into the world of stories. അപ്പോൾ ഇത് ഈ കാപ്പിരി മുത്തപ്പനെയും കരിന്തണ്ടനെയും യക്ഷിയെയും പോലെയൊക്കെ ഒരു ഫോക്ക് ടെയിലല്ല, പക്ഷെ എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്ന ഒരു കഥയാണ്. പണ്ടേക്കും പണ്ട് എന്ന് പറഞ്ഞ ഒരു 100 കൊല്ലം മുമ്പ് ഒരിടത്ത് കരിയിലെയും മണ്ണാങ്കട്ടയും ജീവിച്ചിരുന്നു. ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു അവർ. They were happily singing songs and walking around the jungle, holding hands. Suddenly, one day, there was a huge storm. ഒരു കൊടും കാറ്റ്. കരിയില പേടിച്ചുപോയി. പക്ഷെ മണ്ണാങ്കട്ട വാസ് വെരി ക്ലെവർ. മണ്ണാങ്കട്ട ഉടനെ കരിയിലയുടെ മീതെ കയറിയിരുന്നു. അങ്ങനെ കരിയില രക്ഷപ്പെട്ടു. ആഫ്റ്റർ എ വൈൽ ഇറ്റ് റെയിൻഡ്. മഴ കണ്ട് മണ്ണാങ്കട്ട പേടിച്ചു വരച്ച്. പക്ഷെ ഇത്തവണ കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ ഒരു തണലായി നിന്നു. അങ്ങനെ 2 പേരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് മേഘം ഇരുണ്ടു തുടങ്ങി. ചെറുതായി വീശിയ കാറ്റിന് ശക്തിയേറി തുടങ്ങി. ചാറ്റൽ മഴയ്ക്കും ശക്തി കൂടി. Amidst the chaos, Mannangatta and Karila clung to each other, braving the tempest that seemed to challenge even the unbreakable bond. അങ്ങനെ പാവം മണ്ണാങ്കട്ട മഴയെ തൊലിച്ചും പോയി, കരിയില കാറ്റത്ത് പറന്നും പോയി. That's all from me today. Tune in for another exciting folk tale. Not really. This is the last story in my series for now, but I will see you soon with a new set of stories, or rather narrations about mundane emotions in life. And I have never introduced myself so far, so I am Neetu, and please follow, like, share and comment. Your opinions matter. And that's a wrap. Until we meet again. Thank you.